ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ മറ്റു ചടങ്ങുകൾക്ക് വേണ്ടി അദ്ദേഹം ചില ആഗ്രഹങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള ചടങ്ങുകൾ വീട്ടിൽ നടത്തി വീട്ടിൽ തന്നെ സംസ്കരിക്കും. 3 മണിക്ക് ശേഷം വീട്ടുവളപ്പിൽ. രാവിലെ 9 മുതലായിരിക്കും പൊതുദർശനമുണ്ടാവുക. വൈകിട്ടോടെ സംസ്കാരം നടത്തുമെന്നുള്ളതാണ് MP അറിയിച്ചത്. കൊച്ചി സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം അദ്ദേഹത്തിന് എല്ലാവരും വൈകാരികമായ ഒരു കുറിപ്പാണ് പങ്കുവയ്ക്കുന്നത്. നഷ്ടപ്പെട്ടത് കൂടപ്പിറപ്പാണ് എന്നുള്ളൊരു വൈകാരികമായ കുറിപ്പാണ് മുഖ്യമന്ത്രി VD സതീശൻ പങ്കുവയ്ക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സലീം കുമാറിൻ്റെ അന്ത്യം. 11 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. 56 വയസ്സായിരുന്നു. കോമഡിയിലൂടെയും മിമിക്രിയിലൂടെയും മലയാള സിനിമയിലേക്ക് എത്തിയ സലീം കുമാർ അവിസ്മരണീയമായ കഥാപാത്രങ്ങളാണ് മലയാള സിനിമയിൽ ചെയ്തത്. സൈഫു, സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രിയിൽ പല അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ടോ? നടൻ ദിലീപ്, നാദിർ ഷാ, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുഹൃത്തുക്കളടക്കമുള്ളവരുടെ എത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ പേർ സലീം കുമാറുമായി ഏറെ അടുത്ത സൗഹൃദമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആശുപത്രി പരിസരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സിനിമാ മേഖലയിലുള്ള നിരവധി പേർ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൂടാതെ ആശുപത്രിയിലുള്ള ആളുകൾ പലരും മരണവിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിയോഗമാണ്.